632 നബി വഫാത്തായി. 711 യൂറോപ്പിൽ ഫിസിക്കലായി മുസ്ലിം സാന്നിധ്യമുണ്ടായി. മതം അതിനു മുമ്പും എത്തി. അപ്പോൾ അന്ന് ലോകത്തെ മനുഷ്യൻ തിങ്ങി താമസിക്കുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒരു നൂറ്റാണ്ടിനുള്ളിൽ കൃത്യമായ സാന്നിധ്യം ഷാഹിദുൽ ഗായിബ് എന്നതിന് ഉണ്ടായി എന്നിരിക്കവേ പരമ്പരാഗതമായി ആയിരക്കണക്കായ വർഷങ്ങളായി വലിയ ഒരു ജനത താമസിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ മുസ്ലിങ്ങൾ ഈ ഷാഹിദുൽ ഗായിബ് എന്ന നിർബന്ധ സന്ദേശം എത്തിക്കാൻ കൊളംബസിന് ശേഷമേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ് മാപ്പിളമാര്. ഇത് സൗദിയിലോ UAE ഉള്ള പണ്ഡിതന്മാർ പഠിക്കൂല. എന്തുകൊണ്ട്? അവരുടെ വിദ്യാഭ്യാസ നയം എന്നുള്ളത് യൂറോപ്യൻ വിദ്യാഭ്യാസ നയത്തിന്റെ അടിമത്വത്തിന് കീഴിലാണ്. യൂറോപ്പ് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഹിസ്റ്ററിക്കോ ജോഗ്രഫിക്കോ അല്ലെങ്കിൽ അതിന്റെ റൂട്ടുകൾക്കപ്പുറം ഒരു കാര്യം ചിന്തിക്കാൻ നിയമപരമായി അറബ് ലോകത്തെ ഒരാൾ തയ്യാറാവൂല. മാർക്കസ് ഐസ്കസ് ലണ്ടനിലിരുന്ന് എഴുതി തയ്യാറാക്കി കൊടുത്ത മാപ്പാണ് ഇന്നത്തെ അറബ് രാജ്യങ്ങൾ എന്ന് അവിടുത്തെ ഒരു പണ്ഡിതന് പറയാൻ കഴിയില്ല. പക്ഷെ റഹ്മത്തുള്ളാഹി കഴിയും. എന്തുകൊണ്ട്? ഞാൻ സ്വതന്ത്ര ഇന്ത്യയിലാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. ലോകത്തെ ഇന്ന് വരെ മനുഷ്യൻ കേട്ട ഏറ്റവും വലിയ നുണയാണ്. ഏറ്റവും വലിയ നുണ. ഇതിനേക്കാളും വലിയൊരു നുണ മനുഷ്യൻ പ്രസവിച്ചിട്ടില്ല. അയാൾ എത്തിച്ചേർന്നത് ഇന്ത്യയല്ല, അയാൾ എത്തിച്ചേർന്നത് മറ്റൊരു നാടാണ് എന്ന് അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റലിക്കാരൻ പ്രഖ്യാപിച്ചു 1502. ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രത്യേകമായ പാഠമായി പഠിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു പാഠത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾ ഇത് പഠിച്ചേ മതിയാകൂ. 1900 ശേഷം വന്നിട്ടുള്ള ഒരു അപകടകരവും വേദനാജനകവുമായ ഒരു ചേഞ്ച് മുസ്ലിം ലോകത്തെ ബൗദ്ധികമായി കൂടുതൽ ചിന്തിക്കുന്നതിൽ നിന്ന് പുറകോട്ടടിപ്പിച്ചു എന്നതാണ് സത്യം. അതിന് കാരണം യൂറോപ്യരെ നമ്മൾ വേദനിപ്പിക്കണ്ട എന്ന് അറബ് രാജാക്കന്മാരുടെ ലാഭം പറ്റി ജീവിക്കുന്ന പണ്ഡിതന്മാരും വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ഒരു ന്യായവും ഇല്ല. വിശേഷിച്ചും ഈ വിഷയത്തിലൊക്കെ പഠനം നടത്തിയത് യൂറോപ്യൻസ് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിൽ യൂറോപ്യരെ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. ഒന്ന്, അവർ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മനസ്സ് പലപ്പോഴും അവർ കാണിക്കുന്നുണ്ട് എന്നതാണ്. എല്ലാവരും എന്നല്ല, അവരിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും സ്വതന്ത്രമായി കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന കുറച്ചാളുകളെങ്കിലും അവരിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ പൊതുനയത്തിന് എതിരാണ്. പുറം ലോകത്തു നിന്ന് ആദ്യമായി അമേരിക്കയിൽ എത്തിച്ചേരുന്നത് AD 1492 സ്പെയിൻകാരനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്നതാണ് യൂറോപ്യൻ ഭാഷ്യം. ഇതിനെതിരെ പഠനം നടത്തുന്നത് യൂറോപ്യർ തന്നെയാണ്. ആ വിഷയത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ രചിക്കുന്നതും യൂറോപ്യർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അവരെ പലപ്പോഴും അവരുടെ കുടില മനസ്കതയെയും അവരുടെ കച്ചവട ചിന്തയെയും ലാഭത്തിന് വേണ്ടിയുള്ള മൈഗ്രേഷനെയൊക്കെ സ്വാഭാവികമായി നമ്മൾ എതിർക്കുമ്പോഴും നല്ല വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ അവരിൽ നിന്ന് വരുന്നതിനെയും നാം സന്തോഷത്തോടെ വളരെ വലിയൊരു പ്രതീക്ഷയോടെയും കണ്ടെത്തലും അനിവാര്യതയാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. അത് ചെയ്യേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ നമ്മളാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭം സത്യത്തിൽ മുസ്ലിം ഉമ്മത്തിനാണ്. ഈ ചരിത്രം തമസ്കരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടവും മുസ്ലിം സമുദായത്തിന് തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരൊറ്റ വാക്കിൽ നിന്ന് ഞാൻ ഒറ്റ വാക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ ചരിത്രാതീത കാലം മുതലേ താമസിച്ചിരുന്ന ഒരു വൻകര, അതാണ് അമേരിക്ക. ചരിത്രാതീത കാലം മുതലേ ലക്ഷോപലക്ഷം ജനങ്ങൾ പരമ്പരാഗതമായി താമസിച്ചിരുന്ന ഒരു വൻകര. ആ വൻകരയിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫായുടെ വെളിച്ചം കിട്ടാൻ കാരണമായത് ക്രിസ്റ്റഫർ കൊളംബസ് 15-ാം നൂറ്റാണ്ടിൽ നടത്തിയ യാത്രയെ തുടർന്നാണെന്ന് പറയുന്നത് എത്ര വേദനാജനകമാണ്. അപ്പോഴത്തിന് നബിയും കൊളംബസും തമ്മിൽ 900 വർഷത്തെ അകലമാണ്. നബി ആകട്ടെ റഹ്മത്തുല്ലിൽ ആലമീനുമാണ്.
എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ നിങ്ങളിത് ചിന്തിക്കാഞ്ഞത്? എന്നെ കണ്ടവർ എന്നെ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന നിർബന്ധപൂർവമുള്ള കൽപ്പന. എന്നെ കണ്ടവർ എന്നെ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് AD 632 മാർച്ച് 6 ഉച്ചയ്ക്ക് ശേഷമാണ്. എഴുതി വെക്ക്. എന്തിനാ പേനയും പുസ്തകവും? AD 632 മാർച്ച് 6 ഉച്ചയ്ക്ക് ശേഷമാണ് പുണ്യ റസൂലിൻ്റെ പ്രഭാഷണ അവസാനത്തിൽ പുണ്യ റസൂൽ എന്ത് പറയുന്നത്? ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗൈബ്. ഇനി നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ എന്നെ കണ്ടവരാണ്, ലോകത്ത് എന്നെ കാണാത്തവർക്ക് എന്നെ കണ്ട കാര്യം നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, നിങ്ങൾ എത്തിക്കണം. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗൈബ്. അപ്പോൾ ഗായിബിനെ ഷാഹിദാക്കുക എന്ന ഉത്തരവാദിത്തം സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയാണ്. അവർ 1.25 ലക്ഷത്തോളം ആളുകളുണ്ട്. ഗായിബിനെ ഷാഹിദ് ഗായിബിൻ്റെ അടുത്ത് എത്തുന്നതോടുകൂടെ ഗായിബും ഷാഹിദാവും. മനസ്സിലായില്ല? എന്നെ കണ്ടവർ എന്നെ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് നോക്ക്. എന്നെ കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. എന്നെ കണ്ടവർ എന്നെ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പം എന്നെ കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നതോടുകൂടെ എത്തിക്കപ്പെട്ട വ്യക്തിനും ആർക്ക് സമമായി? കണ്ടവന് സമമായി. ഇനി അയാൾക്ക് ബാക്കിൽ പിന്നെ വേറൊരു കാണാത്തവരുണ്ട്, അവരെത്തിച്ചു കൊടുക്കണം. ഈ പ്രോസസ്സിങ് ലോകാവസാനം വരെ നടക്കണം എന്ന നിർബന്ധ കൽപ്പനയാണ്. ഇത് പുണ്യ റസൂൽ പറയുന്നത് AD 632 മാർച്ച് 6 ഉച്ചയ്ക്ക് ശേഷമാണ്. ക്രിസ്റ്റഫർ കൊളംബസിൽ അമേരിക്കയിൽ വരുന്നതായി ചരിത്രം കാണിക്കുന്നത് AD 1492 അതിനുശേഷമാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാർ അമേരിക്കയിലെത്താൻ കാരണമായത് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ പറയുമ്പോൾ എന്താണ് മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇങ്ങനെ മണ്ടം മുത്തപ്പന്മാരായത്? അപ്പോൾ നമ്മുടെ റസൂൽ നിർബന്ധമായി സ്വഹാബികളെ ഏൽപ്പിച്ച ഒരു കാര്യം, ലക്ഷോപലക്ഷം ജനങ്ങൾ ചരിത്രാതീത കാലം മുതലേ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യത്ത് ആ ജനങ്ങൾ അവരൊക്കെ മനുഷ്യരാണ്. ആ ജനതയിലേക്ക് ഈ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്ന സന്ദേശം എത്താൻ കാരണമായത് ക്രിസ്റ്റഫർ കൊളംബസ് 1492 അമേരിക്കയിൽ കണ്ടെത്തിയതോടുകൂടെയാണ്. അതിനുശേഷമേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് എത്ര നാണക്കേടാണ്! ൻ്റെയും 1492 ഇടയിൽ എത്ര കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട്? ഏകദേശം 900. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനസ്സിലായില്ലേ? എന്താ നിങ്ങളിങ്ങനെ മേയിച്ചിരിക്കണം? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലാവാത്തവർക്ക് ഞാൻ മനസ്സിലാക്കി തരും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇത് നിസ്സാര എന്താ? ഇതൊക്കെ നിസ്സാര? ഇത് നിസ്കാരത്തിനേക്കാളും 1000 ഇരട്ടി ബാധ്യതയല്ലേ ഇത്? നിസ്കാരാണോ വലിയ ബാധ്യത? ഇതല്ലേ വലിയ ബാധ്യത? നിസ്കാരമൊക്കെ ഈ ബാധ്യതയുടെ ഉള്ളിലല്ലേ വരുള്ളൂ. ഇതല്ലേ ബാധ്യത? ഏതാണ് ബാധ്യത? ഏതാ ബാധ്യത? ബാധ്യത എന്താ? സ്വഹാബികളെ ബാധ്യത എന്തടോ? എന്താ ബാധ്യത? ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. എന്നെ കണ്ടവർ കാണാത്തവർക്ക് ലോകമാസകലം ജീവിച്ചിരിക്കുന്നവരും ഇനി ജീവിക്കാനിരിക്കുന്നവരുമായ ജനങ്ങൾക്ക് നിങ്ങൾ ഷാഹിദാകണം. എന്നിട്ട് അവർ ഷാഹിദാകണം. അവർക്ക് ശേഷമുള്ളവർക്ക് ഷാഹിദാകണം. ഈ ഒരു പ്രോസസ്സിങ് ലോകാവസാനം വരെ നടന്നിരിക്കണം. എന്നിട്ട് ഒരു വൻകരയിൽ അതെത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ വിഡ്ഢിത്തരം എത്ര വലുതാണ്! ഇന്ന് നമ്മളും എന്തുകൊണ്ട് നമ്മൾക്ക് കുറേ ഇരുമ്പ് കൊട്ടാരുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പം നമ്മൾക്ക് നമ്മുടേതായ ഹിസ്റ്ററിയിൽ കൈമോശം വന്ന യാഥാർത്ഥ്യങ്ങളെ എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് കണ്ടെത്തിക്കൂടാ?
ഹിസ്റ്ററിയിൽ പലതും കൈമോശം വന്നു പോയിട്ടുണ്ട്. അത് കെഴുത്തിക്കൂട്ടി കൈമോശം വരുത്തിയിട്ടുമുണ്ട്. എന്തിനാണ് അത് കൈമോശം വരുത്തിയത്? യൂറോപ്യൻസിന്റെ ലാഭത്തിന് വേണ്ടി. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പൊ യൂറോപ്യൻസിന്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അവർ കച്ചവട താല്പര്യത്തിന് വേണ്ടി വരുന്നവരാണ്. മൊറാലിറ്റി എന്നൊരു സൈഡ് അതിലില്ല തന്നെ. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തിനാണ് കോളനൈസേഷൻ വന്നത്? ഒരിക്കലും ഇത് കോളനൈസേഷൻ അല്ല. എന്ത് ഫൽ യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്നത് എന്തല്ല? കോളനൈസേഷൻ ഉള്ള ഒരു പ്രഖ്യാപനം അല്ല, ഒരു ധർമ്മം, ഒരു മൊറാലിറ്റി, ഫെയ്ത്ത്, ദൃഢമായ വിശ്വാസം, മോറൽ സൈഡും. ആ മൊറാലിറ്റിയാണ് മനുഷ്യനെ നിലനിർത്തുന്ന ഘടകം. അത് തിയോളജിക്കലി മനുഷ്യൻ ഉണ്ടാകേണ്ട അടിസ്ഥാന സത്യബോധം ആൻഡ് ദി ഫെയ്ത്ത്, അതിനാൽ ഉണ്ടായിത്തീരുന്ന അതികഠിനവും രൂഢവുമായ വിശ്വാസം, യാഥാർത്ഥ്യ വിശ്വാസം, ഇതൊക്കെയാണ് എന്നിൽ നിന്ന് നിങ്ങൾ ആവാഹിച്ചത്. അത് നിങ്ങൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്നുവരെ മറ്റുള്ളവർക്ക് എൻ്റെ മുന്നിൽ 1.25 ലക്ഷം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇത് ഏഷ്യക്കാർക്ക് സ്വഹാബികൾ എത്തിച്ചു. ഓക്കെ, എന്നെത്തിച്ചു? 100 കൊല്ലത്തിനുള്ളിൽ എത്തിച്ചു. ആഫ്രിക്കക്കാരും എത്തിച്ചു, യൂറോപ്യൻസിന് എത്തിച്ചു. ഇപ്പൊ യൂറോപ്യൻസിന് മുസ്ലിങ്ങളുടെ സന്ദേശം നേരത്തെ എത്തി. മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച് സ്പെയിനിലെ ഒരു നാട്ടുരാജാവ് അറിഞ്ഞപ്പോൾ അയാളുടെ മകളെ മറ്റൊരു നാട്ടുരാജാവ്, മറ്റൊരു അതീശാധികാര ശക്തിയായ ഒരു ചക്രവർത്തി തൻ്റെ മകളെ പിടിച്ചു വെച്ച് കൊട്ടാരത്തിൽ റേപ്പ് ചെയ്യുന്നു എന്ന കാരണത്താൽ മുസ്ലിങ്ങളോട് അപേക്ഷിക്കുന്നത് 711 711 ഹിജ്റ 623. മനസ്സിലായില്ലേ? ഹിജ്റ AD 623, ഹിജ്റ 622, 622, ഹിജ്റ 622, AD 622 ഹിജ്റ 1-ാം വർഷം 622, 623 ബദർ യുദ്ധം, 624 ഉഹദ് യുദ്ധം, 632 നബിയുടെ വഫാത്ത്, 711 മുസ്ലിങ്ങൾ എത്തി. എവിടെ എത്തി? യൂറോപ്പിൽ എത്തി. താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ 711. അപ്പൊ ഏഷ്യയിൽ പറ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ എത്തിയതിന് വളരെ കോമൺ ഹിസ്റ്ററി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കോമൺ ഹിസ്റ്ററിയിൽ ലോകം മുഴുവനും അംഗീകരിക്കും. എന്നാ കോമൺ ഹിസ്റ്ററിയിൽ നബി വഫാത്തായിട്ട് ഏകദേശം 80 കൊല്ലത്തിനുള്ളിൽ മുസ്ലിങ്ങളുടെ ഫിസിക്കലി സാന്നിധ്യം ഉണ്ടായി. എന്തല്ല, മതം മാത്രമല്ല, മതം അതിനു മുമ്പും എത്തി. മുമ്പ് യൂറോപ്യൻസിന് ഇസ്ലാമിന്റെ ധർമ്മബോധവും മതബോധവും എത്തിയത് കൊണ്ടാണല്ലോ അവർ എന്ത് ചെയ്തത്? മുസ്ലിങ്ങളോട് വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ 711 മുസ്ലിങ്ങൾ എവിടെ എത്തി? യൂറോപ്പിലെത്തി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? 711 നബി വഫാത്താവുന്നത് 632 നബി വഫാത്തായി. ഹിജ്റ 11-ാം വർഷത്തിന്റെ തുടക്കം, 632 നബി വഫാത്തായി. 711 യൂറോപ്പിൽ ഫിസിക്കലായി മുസ്ലിം സാന്നിധ്യമുണ്ടായി. മതം അതിനു മുമ്പും എത്തി. അപ്പോൾ അന്ന് ലോകത്ത് മനുഷ്യൻ തിങ്ങി താമസിക്കുന്ന ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒരു നൂറ്റാണ്ടിനുള്ളിൽ കൃത്യമായ സാന്നിധ്യം ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്നതിന് ഉണ്ടായി എന്നിരിക്കവേ പരമ്പരാഗതമായി
ആയിരക്കണക്കായ വർഷങ്ങളായി ഒരു ജനത, വലിയ ഒരു ജനത താമസിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ മുസ്ലിങ്ങൾ ഈ പള്ളിബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്ന നിർബന്ധ സന്ദേശം എത്തിക്കാൻ കൊളംബസിന് ശേഷമേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ് മാപ്പിളമാര്! ഇതല്ലേ പഠിക്കേണ്ടത്? ഇത് UAE-യിലോ അറേബ്യയിലോ ഉള്ളവർ പഠിക്കൂല നിലവിൽ. എന്തുകൊണ്ട്? ഇത് സൗദിയിലോ UAE-യിലോ ഉള്ള പണ്ഡിതന്മാർ പഠിക്കൂല. എന്തുകൊണ്ട്? അവരുടെ വിദ്യാഭ്യാസ നയം എന്നുള്ളത് യൂറോപ്യൻ വിദ്യാഭ്യാസ നയത്തിന്റെ അടിമത്വത്തിന് കീഴിലാണ്. യൂറോപ്പ് ചിന്തിക്കുന്ന ഹിസ്റ്ററിക്കപ്പുറം, യൂറോപ്പ് പ്രചരിപ്പിക്കുന്ന ഹിസ്റ്ററിക്കപ്പുറം യൂറോപ്പ് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഹിസ്റ്ററിക്കോ ജോഗ്രഫിക്കോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടുകൾക്കപ്പുറം ഒരു കാര്യം ചിന്തിക്കാൻ നിയമപരമായി അറബ് ലോകത്തെ ഒരാൾ തയ്യാറാവൂല. ഇനി അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വെളിച്ചത്തെ ആ ഒരു ഗ്രന്ഥം എഴുതി പുറത്തു വരൂല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാൽ അയാളുടെ സ്ഥാനം ഇരുമ്പറയിലായിരിക്കും. അതേസമയത്ത് നമുക്കെന്ത് പ്രശ്നമുള്ളത്? മാർക്കസ് ഐസ്കസ് ലണ്ടനിലിരുന്ന് എഴുതി തയ്യാറാക്കി കൊടുത്ത മാപ്പാണ് ഇന്നത്തെ അറബ് രാജ്യങ്ങൾ എന്ന് അവിടുത്തെ ഒരു പണ്ഡിതന് പറയാൻ കഴിയില്ല. പക്ഷെ റഹ്മത്തുള്ള കഴിയും. എന്തുകൊണ്ട്? ഞാൻ സ്വതന്ത്ര ഇന്ത്യയിലാണ്, എനിക്ക് എന്ത് ചിന്തിക്കാൻ അവകാശമുണ്ട്. അതിനാണ് എൻ്റെ പ്രപിതാമഹന്മാർ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം വാങ്ങിയത്. ഉണ്ണലും ഉടുക്കലും ഒക്കെ അന്നത്തെ പോലെ തന്നെ ഇന്നത്തും. പിന്നെ എവിടെ വ്യത്യാസമുള്ളത്? എന്താ സ്വതന്ത്ര ഭാരതവും പാരതന്ത്ര്യ ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് ചിന്തിക്കാനും പഠിക്കാനും പരിമിതിയുണ്ട്, നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും പരിമിതി ഇല്ല. അപ്പം എന്താ നമുക്കത് ചിന്തിക്കാത്തത്? അറബികൾ പറഞ്ഞത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയെന്നാണോ നമ്മളെ വെപ്പ്? നമ്മൾ പുറകോട്ട് തന്നെ സഞ്ചരിക്കുകയാണ്. മുസ്ലിംസ് പണ്ഡിതന്മാർ 100% പുറകോട്ട് ഓടുക. ഇങ്ങനെയൊന്നല്ലായിരുന്നു പണ്ഡിതന്മാർ പണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കല്ലതി പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ പഠനങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയതെന്ന് ലോകത്തെ ഇന്ന് വരെ മനുഷ്യൻ കേട്ട ഏറ്റവും വലിയ നുണയാണ്. ഏറ്റവും വലിയ നുണ. ഇതിനേക്കാളും വലിയൊരു നുണ മനുഷ്യൻ പ്രസവിച്ചിട്ടില്ല. വിശ്വാസപരമായും നബിയോടുള്ള നിർബന്ധ ബാധ്യതയായും നമുക്ക് ഭയങ്കര പ്രശ്നം വരില്ലേ അത്? കാരണം ഒരു വൻകരയിൽ വലിയൊരു വൻകര, ആ വൻകരയിൽ എന്നെ ഏൽപ്പിച്ച ഈ സത്യം എത്തിച്ചു കൊടുക്കാൻ, ഞങ്ങളെ ഏൽപ്പിച്ചത് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രശ്നം എന്താ? നബി വഫാത്താകുന്നത് 632, അവസാനത്തെ സ്വഹാബി വഫാത്താകുന്നത് 732 ഓർ 728. രണ്ടഭിപ്രായമുണ്ട്. എന്താ പറഞ്ഞത്? നബി വഫാത്താവുന്നത് 632 AD. അവസാനത്തെ സ്വഹാബി വഫാത്താകുന്നത് 732. ഒരഭിപ്രായം 728. 2-3 അഭിപ്രായമുണ്ട്. 728 മുതൽ 732 വരെ അഭിപ്രായമുണ്ട്. അപ്പം കൃത്യമായി 100 വർഷം. മനസ്സിലായോ പറഞ്ഞത്? 711 നേരിട്ട് തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ വലിയ ഒരു മൈഗ്രേഷൻ എവിടേക്ക് വന്നിട്ടുണ്ട്? യൂറോപ്പിലേക്ക്. ഈ യൂറോപ്പിനേക്കാൾ കൂടുതൽ ആക്സസ് ഉള്ള പ്രദേശമാണ് അമേരിക്ക. ആർക്ക്? മുസ്ലിങ്ങൾക്ക്. പറയാ എന്താ പറഞ്ഞേ? യൂറോപ്പിനേക്കാൾ മുസ്ലിങ്ങൾക്ക് ആക്സസ് ഉള്ള പ്രദേശമാണ് എന്ത്? അമേരിക്ക. ഈ ചരിത്രാതീത കാലം മുതലേ മുസ്ലിങ്ങൾക്ക് വളരെ ബന്ധമുള്ളതാണ്. മുസ്ലിങ്ങളാകുന്നതിന് മുമ്പ് അറബികൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ആ നാട്ടിനോട്, അമേരിക്കയോട്. ഞാൻ പറയാം. അപ്പം ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള ഗൗരവമായ പഠനങ്ങളെ പഠിക്കാൻ നമ്മുടെ പുതിയ പണ്ഡിതന്മാർ തയ്യാറാകണം. അവർക്ക് വേണ്ട പ്രോത്സാഹനം സമൂഹം നൽകണം. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഠിക്കാനുള്ള ഇഷ്ടം പോലെ ടൂൾസ് ലഭ്യമാണ്.
ഇനി ഇവിടേക്കുള്ളൊരു ദുരന്തം എന്തെന്നാൽ, ഒരാളിനി പഠിക്കാൻ തയ്യാറായ തന്നെ അവനെ പരമാവധി പഴി പറഞ്ഞിട്ട് നാശാക്കാൻ നോക്കുന്നല്ലാതെ എന്തെങ്കിലും ഒരു സുഖം കിട്ടൂല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങും ട്രോളിൽ. പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോള് ഇടക്കിടക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു സുഖമില്ല. കുറുക്കനോട് പണ്ട് ഒട്ടകം പറഞ്ഞൊരു കാട്ടുണ്ട്, ഞങ്ങൾക്ക് തിന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കടന്ന് ഉരുളണം എന്ന് കുറുക്കനോട് പണ്ട് പുറത്തിരിക്കുന്ന കുറുക്കനോട് ഒട്ടകം പറഞ്ഞൊരു കാട്ടുണ്ട്. അങ്ങനെ കുറുക്കൻ ഒലിച്ചു പോയി എന്നാണ് കഥ. അപ്പം ഇതൊന്നും നമ്മൾ വിഷയാക്കണ്ട. നമ്മൾ ഒരു പഠനം, ഒരു നിർബന്ധം. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും. നിങ്ങൾ അന്തം പൊടി ചരിത്രം കേട്ടാൽ ഇത് വളരെ യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. ഒരു കല്ല് വെച്ച നുണയും കേട്ട് നടക്കരുത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ നുണയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേരുന്നത് 1492 1492 1492 ഒരു രസകരമായ ചരിത്രത്തിൻ്റെ ഒരു അത്ഭുതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1492 അമേരിക്കയിൽ എത്തുമ്പോൾ അയാളുടെ ധാരണ അത് ഇന്ത്യയാണ് എന്നാണ്. അയാൾ സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെ അമേരിക്കൻ തീരത്ത് കപ്പലിറങ്ങുമ്പോൾ അയാൾ വിചാരിച്ചത് തൻ്റെ മുന്നിൽ കാണുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഒരല്പം മനസ്സിലായില്ലേ, ഒരല്പം കളർ വ്യത്യാസമുള്ള തവിട്ട് നിറവും അങ്ങനെയുള്ളൊരു ജനതയെ കണ്ടപ്പോൾ അദ്ദേഹം അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. കാരണം അയാളുടെ ഭാഷയിൽ അയാൾ എത്തിച്ചേർന്നത് ഇന്ത്യയിലാണ്. പിന്നീട് 1502 അമേരിക്കോ ഡെസ്പോച്ചി എന്ന ഇറ്റലിക്കാരനാണ് ഈ ഒരു കള്ളത്തരം പൊളിച്ചത്. ഈ കള്ളത്തരം പൊളിച്ച ആളുടെ പേര് അമേരിക്കോ വെസ്പൂച്ചി എന്നാണ്. അതായത് മണ്ടത്തരം. ആരുടെ? ക്രിസ്റ്റഫർ കൊളംബസിന്റെ മണ്ടത്തരമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത് ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ വന്നു പോയി എന്നാണ് അയാൾ വിചാരിച്ചത്. അയാൾ പലവട്ടം വന്നിട്ടുണ്ട്. അയാൾ പലവട്ടം വന്ന് ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ആ ഡയറി കുറിപ്പുകൾ ഇന്നും ലോകത്ത് ലഭ്യമാണ്. അപ്പം അയാൾ വിചാരിക്കുന്നത്, പലവട്ടം വന്നപ്പോഴും അയാൾ വിചാരിക്കുന്നത് അതേതാണ് നാട്? ഇന്ത്യയാണെന്നാണ്. പിന്നീട് 1502 അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റലിക്കാരൻ അത് ഇന്ത്യയല്ല, അത് മറ്റൊരു വൻകരയാണെന്ന് കണ്ടെത്തി. ഇത് അദ്ദേഹം യൂറോപ്പിലുടനീളം പ്രചരിപ്പിക്കുകയും ചെയ്തു. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പെയിൻകാരന് ഒരു അറുവഷളൻ മണ്ടത്തരം പിടിപെട്ടു. അത് ഇന്ത്യയല്ല, അയാൾ എത്തിച്ചേർന്നത് ഇന്ത്യയല്ല, അയാൾ എത്തിച്ചേർന്നത് മറ്റൊരു നാടാണ് എന്ന് അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റലിക്കാരൻ പ്രഖ്യാപിച്ചു 1502. അമേരിക്ക കൂടി ഉൾപ്പെടുന്ന വേൾഡ് മാപ്പ് 1507 ജർമ്മനിയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ആ വൻകരക്ക് ജർമ്മനിക്കാർ, ജർമ്മൻ ശാസ്ത്രജ്ഞർ, ഈ എന്താ പറയാ, ഈ ഭൂപട നിർമ്മാതാവും അക്കാലത്തെ ജോഗ്രഫിക്കലി സയന്റിസ്റ്റുകളും എല്ലാം ചേർന്ന് അയാളോടുള്ള ആദരമായിട്ട് ആ പ്രദേശത്തിന് അമേരിക്ക എന്ന് പേരിട്ടു. അങ്ങനെയാണ് അമേരിക്ക എന്ന് പേര് വന്നത്. കാരണം ഇത് ഇന്ത്യയല്ല. ക്രിസ്റ്റഫർ കൊളംബസിന് മണ്ടത്തരം, കൊളംബസിന് മനസ്സിലായില്ലേ, കൊളംബസിന് മണ്ടത്തരം പിടിപെട്ടതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് 1502 അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റലിക്കാരനാണ്. അയാളോടുള്ള ആദരസൂചകമായി ഈ വൻകരക്ക് 1507 യൂറോപ്പിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന അമേരിക്ക എന്ന വൻകര കൂടി ഉൾപ്പെടുന്ന ആ മാപ്പിൽ ഈ വൻകരക്ക് അമേരിക്ക എന്ന് പേരിട്ടു. ആരോടുള്ള ആദരസൂചകമായി? അമേരിക്കോ വെസ്പൂച്ചിയോടുള്ള ആദരസൂചകമായി.
പിൽക്കാലഘട്ടത്തിൽ AD 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്നത്തെ ആധുനിക അമേരിക്ക രൂപപ്പെട്ടതിന് ശേഷം ഒരു സ്റ്റേറ്റിന് അവർ കൊളംബിയ എന്ന് പേരിട്ടു. ആരോടുള്ള ആദരസൂചകമായി? കൊളംബസിനോട്. മനസ്സിലായില്ല? എന്തെങ്കിലും അയാൾക്കും കിടക്കട്ടെ. അപ്പോൾ അമേരിക്ക എന്ന പേര് പോലും കൊളംബസിന്റെ മണ്ടത്തരത്തിന്റെ തെളിവാണ്. കാരണം അമേരിഗോ വെസ്പൂച്ചി എന്ന ആളല്ല അമേരിക്ക കണ്ടുപിടിച്ചത്. അമേരിക്ക ഒരു പുതിയ നാടാണ് ഇത്, ഇന്ത്യയല്ല. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പെയിൻകാരന് സംഭവിച്ചത് വലിയ മണ്ടത്തരമാണ് എന്ന് വെളിച്ചത്ത് കൊണ്ടുവന്ന ആളാണ് ആര്? അമേരിഗോ. അയാളുടെ പേര് ഈ വൻകരക്ക് കൊടുത്തു 1507. അതാണ് അമേരിക്ക. പിന്നെ ഇത് എത്ര വലിയ വിട്ടിത്തരാണ്. ഈ ഭൂലോക മണ്ടത്തര ഏറ്റി നടക്കുന്ന എന്തിനാ? പറഞ്ഞ മനസ്സിലായി. ഇതൊന്നും പിഴക്കരുത്. കൃത്യമാണ് ഈ പറഞ്ഞൊക്കെ. കൃത്യം. പല തവണ ക്രിസ്റ്റഫർ കൊളംബസ് ഈ വൻകരയിൽ വന്നിട്ടുണ്ട്. 1492 വന്നു. പിന്നെ 2-ാം യാത്ര, പിന്നെ 3-ാം യാത്ര. ഒന്നുകൂടി കൃത്യമായി അദ്ദേഹം ഡയറി കുറിപ്പുകൾ എഴുതിയ വരുന്നത്. 1500-ലാണ് അദ്ദേഹത്തിന്റെ 3-ാം യാത്ര അവസാനിക്കുന്നത്. 1498 മുതൽ 1500 വരെയാണ് അദ്ദേഹത്തിന്റെ 3-ാം യാത്ര ക്രിസ്റ്റഫർ കൊളംബസിന്റെ. ഇതിന്റെ ഒക്കെ ശേഷം ഇത് മണ്ടത്തരമാണെന്ന് കണ്ടെത്തുന്നത് 1502-ലാണ്. ആരാണത് കണ്ടെത്തിയത്? അമേരിഗോ വെസ്പൂച്ചി. അയാളുടെ നാമം പിന്നീട് ആ വൻകരക്ക് കൊടുത്തു. അതാണ് അമേരിക്ക. ഇതൊക്കെ വലിയ വലിയ സത്യങ്ങളാണ്. അപ്പൊ ഈ ഒരു നിലക്കും ഇത് അംഗീകരിക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ മാൻസ മൂസയെ പറ്റി പറഞ്ഞ ആ പ്രഭാഷണത്തിൽ മാൻസ അബൂബക്കർ എന്ത് ചെയ്തു? അറ്റ്ലാന്റിക്കിന്റെ അതിരുകൾ തേടി യാത്ര ചെയ്തു. എന്നാൽ അദ്ദേഹം അമേരിക്കയും കടന്നുള്ള അപ്പുറം ലോകം തേടിപ്പോയി, പിന്നെ തിരിച്ചു വന്നില്ല എന്നാണ്. അമേരിക്കയിലേക്ക് പോക്കും വരവും ആ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിരുന്നു. ഈ വിഷയത്തിൽ വലിയ പഠനം നടത്തിയ മുസ്ലിം പണ്ഡിതന്മാർ ഉണ്ട്. ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഫളുല്ലാഹിൽ ഉമരി AD 1301 ജനിച്ച് 1349 മരണപ്പെട്ട മുസ്ലിം ചരിത്രകാരനാണ് ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഫളുല്ലാഹ് അൽ ഉമരി. അദ്ദേഹം മിസ്രിൽ വെച്ച് എഴുതിയ മസാലിക്കുൽ അബ്സ്വാർ ഫി മമാലിക്കിൽ അൻസ്വാർ 20-ലേറെ വാള്യങ്ങളുണ്ട്. അതിൽ അമേരിക്കയിലെ അതിരും കടന്ന് അപ്പുറത്തേക്ക് പോയ മാൻസ അബൂബക്കറിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്ക് പോകൽ അതിനു മുമ്പ് തന്നെ അവർക്കിടയിൽ സർവ്വസാധാരണ. ആർക്ക്? ആഫ്രിക്കൻസിന്. കാരണം കൃത്യമായി പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞുതരും, എല്ലാം പറഞ്ഞുതരും. അതിനും അപ്പുറം ലോകമുണ്ടോ എന്ന് അന്വേഷിച്ച് പോയതാണ് ആര്? മാൻസ അബൂബക്കർ. അദ്ദേഹം പിന്നെ തിരിച്ചു വന്നില്ല. അമേരിക്കയിലേക്ക് പോകൽ അക്കാലത്തെ സർവ്വസാധാരണ അവർക്കിടയിൽ. അതിനും അപ്പുറം ഇനി ലോകങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചാണ് മാൻസ അബൂബക്കർ പോയത്. പിന്നെ തിരിച്ചു വന്നില്ല. ഈ യാത്രയെക്കുറിച്ച് മസാലിക്കുൽ അബ്സ്വാരി ഫി മമാലിക്കിൽ അൻസ്വാർ എന്ന ഗ്രന്ഥത്തിൽ ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഫളുല്ലാഹിൽ ഉമരി എന്ന മുസ്ലിം ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ചരിത്രകാരന്മാർ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 1301 ജനിച്ചു, 1349 മരണപ്പെട്ടു. മിസ്രിൽ വെച്ച് 1324 മാൻസ മൂസയുടെ ഹജ്ജ് യാത്രയുടെ സന്ദർഭത്തിൽ ഈ പണ്ഡിതൻ മാൻസ മൂസയുമായി കണ്ടെത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൂടി പ്രമുഖമായ ചരിത്രവും അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നതുമായ കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് ഗഹനമായ പഠനങ്ങൾ പിന്നെ വന്നില്ല. ചിന്തിക്കണം. ഈ വിഷയത്തിൽ ഇവാൻ വാൻ സർത്തിമ എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, ഇവാൻ വാൻ സർത്തിമ, അദ്ദേഹം They Came Before Columbus എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്. ദേ കെയിം ബിഫോർ കൊളംബസ്. പ്രഗത്ഭനായ ആന്ത്രോപോളജിസ്റ്റാണ് അദ്ദേഹം. മാത്രമല്ല വലിയ ലിംഗ്വിസ്റ്റാണ്, വലിയ ഭാഷാശാസ്ത്രജ്ഞനാണ്, വലിയ ഗ്രന്ഥകാരനാണ്, ലോകം അറിയപ്പെടുന്ന ഒരു സ്കോളറാണ് അദ്ദേഹം. ഇവാൻ വാൻ സെർട്ടിമ. അദ്ദേഹം AD 1976 ദേ കെയിം ബിഫോർ കൊളംബസ് എന്ന പുസ്തകം എഴുതി. ദേ ആഫ്രിക്കക്കാർ, ആഫ്രിക്കൻ സ്റ്റഡീസിലാണ് അദ്ദേഹത്തിന് പ്രത്യേകമായ PhD ഉള്ളത്. ദേ കെയിം, ആഫ്രിക്കക്കാർ കെയിം ബിഫോർ കൊളംബസ്. അവർ ആഫ്രിക്കൻ നിവാസികൾ ദേ കെയിം ബിഫോർ കൊളംബസ്. അവർ ആർക്ക് മുമ്പേ എത്തിയിട്ടുണ്ട്? കൊളംബസിന് മുമ്പേ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദേ കെയിം ബിഫോർ കൊളംബസ് എന്നാണ്. 1976 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ചരിത്രകാരനും പണ്ഡിതനുമാണ്. ആഫ്രിക്കൻ സ്റ്റഡീസിൽ പ്രത്യേകമായി അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റാണ്, ലിംഗ്വിസ്റ്റാണ് എന്ന് മാത്രമല്ല ലണ്ടൻ സർവകലാശാലയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലാണ് അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദമുള്ളത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള റട്ജേഴ്സ് സർവകലാശാലയിൽ 1972 മുതൽ 2005 വരെ നീണ്ട 33 വർഷം പ്രൊഫസറായിരുന്നു ആഫ്രിക്കൻ സ്റ്റഡീസിൽ ഇദ്ദേഹം. 72 മുതൽ 2005 വരെ 33 വർഷം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള റട്ജേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ 33 വർഷത്തെ പ്രൊഫസറാണ് ഇവാൻ. അദ്ദേഹത്തിൻ്റെതാണ് ദേ കെയിം ബിഫോർ കൊളംബസ് എന്ന പുസ്തകം. അദ്ദേഹം അതിൽ ധാരാളം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിരത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം, കൊളംബസ് തൻ്റെ 2ാം യാത്രയിൽ കൃത്യമായി ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. 1498 മുതൽ 1500 വരെയാണ് 2ാം യാത്ര. 3ാം യാത്ര മനസ്സിലായില്ല. 1492 അമേരിക്കയിലെത്തുന്നതാണ് 1ാം യാത്ര. പിന്നൊരു യാത്രയുണ്ട്, 3ാം യാത്ര ഏറെ പ്രശസ്തമാണ്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശീയരെ കണ്ടുപിടിച്ച്, അതായത് അമേരിക്ക എന്നൊക്കെ അറിയില്ല, അയാളെ വിചാരിക്കുന്നത് എന്താണ്, ഇന്ത്യക്കാരാണെന്ന്. അവരിൽ നിന്ന്, തദ്ദേശീയരിൽ നിന്ന് അദ്ദേഹം ധാരാളം അനുഭവങ്ങൾ, അവരുടെ അറിവുകളെല്ലാം നേടി തൻ്റെ ഡയറിയിൽ കുറിച്ചു വെക്കുകയും ആ ഡയറി പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഡയറി കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആസ്പിനോളയിലെ, അതായത് ഇന്നത്തെ ഹൈറ്റി, ഡൊമിനിക് റിപ്പബ്ലിക്, ഇതൊക്കെ അറിയാൽ അമേരിക്കയിലെ പ്രദേശങ്ങളാണ്. അവിടെ തദ്ദേശ ജനങ്ങളുമായി ക്രിസ്റ്റഫർ കൊളംബസ് ആശയവിനിമയം നടത്തിയപ്പോൾ അവർ പറഞ്ഞത്, കപ്പലുകളിൽ വരുന്ന ചില കറുത്ത വർഗക്കാരായ മനുഷ്യർ സ്വർണം പൂശിയ കുന്തങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ ചില കുന്തങ്ങൾ അവർ കൊളംബസിന് നൽകുകയും ചെയ്തു. കൊളംബസ് ഈ കുന്തങ്ങൾ പിന്നീട് സ്പെയിനിൽ കൊണ്ടുവന്ന് ലാബിൽ പരിശോധിച്ചു. മനസ്സിലായില്ല. അതായത് കപ്പലിൽ വരുന്ന ചില കറുത്ത മനുഷ്യർ ഞങ്ങളുമായി വലിയ ബന്ധമുള്ളവരാണ്. അവർ ഞങ്ങൾക്ക് ചില കുന്തങ്ങൾ സമ്മാനിക്കാറുണ്ട്. ആ കുന്തത്തിൻ്റെ പേര് ഗ്വാനിൻ എന്നാണ്. മനസ്സിലായില്ല. ആ കുന്തത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യേക ലോഹങ്ങളുണ്ട്. ആ കുന്തം അങ്ങനത്തിൽപ്പെട്ട ചില കുന്തങ്ങൾ ഈ പ്രദേശവാസികൾ ആ ക്രിസ്റ്റഫർ കൊളംബസിന് സമ്മാനിച്ചു. കൊളംബസ് പിന്നീട് അത് സ്പെയിനിൽ കൊണ്ടുവന്ന് ലാബിൽ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അലോയ് പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് 18 ഭാഗം സ്വർണം, 6 ഭാഗം വെള്ളി, 8 ഭാഗം ചെമ്പും അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ടാണെന്ന് കണ്ടെത്തി. ഈ രീതിയിലുള്ള ലോഹക്കൂട്ട് ആകെ അന്ന് നടത്തിയിരുന്നത് മാലിക്കാരാണ് എന്നും കണ്ടെത്തി. ആര് കണ്ടെത്തി? ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തി. അപ്പൊ കൊളംബസിന് പോലും ഈ വാദം ഇല്ല. മനസ്സിലായില്ല. ഞാനാണ് ആദ്യമായി ഇന്ത്യയിലാണെന്നെങ്കിലും അയാൾ വിചാരിച്ചത് ഇന്ത്യ ആണെന്ന് പോലും, ഇന്ത്യയിൽ ആദ്യത്തെ മനുഷ്യൻ ഞാനാണെന്ന വാദം ആർക്കില്ല?
കൊളംബസിനില്ല. അത് ഈ യൂറോപ്യൻ നുണയന്മാർ പിന്നീട് ഉണ്ടാക്കുകയും അത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ മാഷന്മാർ നമ്മളെ അണ്ണാക്കിലേക്ക് ഇട്ട് തരികയും നമ്മളങ്ങനെ വിഴുങ്ങുകയും അത് തന്നെ ഇപ്പോൾ നമ്മുടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ഇപ്പം ഞങ്ങൾ ദാറുൽ ഖുർആൻ ആണെങ്കിലും ഇതേ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ദാറുൽ ഖുർആനിലാണ് റഹ്മത്തുള്ളാ കാസ്മിയാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്ന് വിചാരിച്ച് അയാളല്ല. അവിടെ പണ്ട് ആഫ്രിക്കക്കാരും അവരും അറബികളും ഒക്കെ എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടണമെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഷയിൽ എഴുതണം. മനസ്സിലായില്ല? അപ്പോൾ ദാറുൽ ഖുർആൻ ആയാലും ദാറുൽ ജന്നാത്തുൽ ഫിർദൗസ് ആയാലും നുണ തന്നെ എഴുതിയാലേ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നുണ തന്നെയാണ് പഠിപ്പിക്കണത്. എന്നാലും ഇടക്കിടക്കൊക്കെ ഒന്ന് നേര് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലാണോ പറഞ്ഞത്? മറ്റേ നുണയാണ്, ഇത് നേരാണ്. നിങ്ങൾ നുണയിൽ തന്നെ പരീക്ഷ എഴുതിക്കോളി. പക്ഷെ നേരിൻ്റെ ഒരു പേപ്പറും കൂടി ഉണ്ടാവും, ഒരു നേരും കൂടി ഇപ്പുറത്ത് എഴുതേണ്ടി വരും. അപ്പൊ ഈ അലോയ് അന്ന് മാലിയിൽ മാത്രമേ ഉള്ളൂ എന്ന് സ്പെയിനിലെ ലാബുകൾ 15-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തി. അത് മാലിയിലേ ഉള്ളൂ ഈ അലോയ്. അതായത് 18 ഭാഗം സ്വർണവും 6 ഭാഗം വെള്ളിയും 8 ഭാഗം ചെമ്പും അടങ്ങിയ മിശ്രിത കൂട്ട്. അതായിരുന്നു ഈ കുന്ത മുനമ്പുകൾ. ഈ മുനമ്പുകളുടെ കുന്തങ്ങൾ ഞങ്ങൾക്ക് കറുത്ത വർഗക്കാർ, കപ്പലിൽ വരുന്നവർ, ഞങ്ങളുമായി ഇടപഴക്കമുള്ള ഇവർ നൽകുന്നതാണ് എന്ന് ഇദ്ദേഹത്തോട് പറയുന്നത് ആരാണ്? ഹെയ്റ്റിയിലെയും ഡൊമിനിക് റിപ്പബ്ലിക്കിലെയും തദ്ദേശവാസികൾ. അത് അവരുടെ അനുഭവമാണ്. ഇതിന്റെ അപ്പുറം വേറെയുണ്ട്. അത് ഒരു ഏരിയയാണ്. ഹൈറ്റിയും ഡൊമിനിക് റിപ്പബ്ലിക്കിലെയും അനുഭവമാണ് പറയുന്നത്. അതൊന്നും അല്ലാത്ത വേറെ അനുഭവങ്ങളുണ്ട്, ഇതിന്റെ അപ്പുറത്തുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഇവാൻ സർത്തിമയുടെ പുസ്തകം ലോക പ്രശസ്തമാണ്. ദേ കെയിം ബിഫോർ കൊളംബസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മാത്രമല്ല ഇവാൻ ഈ വിഷയത്തിൽ നടത്തിയ പഠനത്തിൽ ധാരാളം അദ്ദേഹം പറയുന്നുണ്ട്. കരീബിയൻ ദ്വീപുകളിലെയും മധ്യ അമേരിക്കയിലും ഒക്കെയുള്ള പുരാതന ഗോത്രവർഗക്കാരുടെ ഭാഷ, സ്ഥലപ്പേര് എന്നത് പലതും മാലിയുടെ എന്താ പറയാ മന്ദിങ്ക ഭാഷയിലെ പദങ്ങളും അക്കാലത്തെ തന്നെ ഗോത്രവർഗക്കാർക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അറബി ഭാഷ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞിട്ടില്ല. അറബി ഭാഷ അമേരിക്കയിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടന്നുകൂടിയത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അപ്പോൾ മനസ്സിലായിട്ട് പറഞ്ഞത് ഇവാൻ സർത്തിമയുടെ ദേ കെയിം ബിഫോർ കൊളംബസ് എന്ന പുസ്തകം വിശദമായി സീറ ഡി മാലി, അതേപോലെ തന്നെ എന്താ പറയുക മൻഡിംഗ ബേ, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിനാണ് മൻഡിംഗ ബേ. മന്ദിങ്ക എന്ന് പറഞ്ഞാൽ എവിടുത്തെ ഭാഷയാണ്? മാലിയിലെ ഭാഷ. മൻഡിംഗ ബേ. ഇതൊക്കെ അക്കാലം മുതലേ അവരുടെ ഭാഷയിൽ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ വിശദീകരണങ്ങളെല്ലാം ഇവാൻ വാൻ സർട്ടിമ തൻ്റെ ദേ കെയിം ബിഫോർ കൊളംബസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. പിൽക്കാലത്തും വലിയ പഠനങ്ങൾ ഇതേക്കുറിച്ചു നടന്നു, ധാരാളം പഠനങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇതിൻ്റെ അപ്പുറമുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ് എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു കോമൺ ഹിസ്റ്ററിയിൽ വളരെ വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബാരിഫെൽ എന്നാണ്. ബാരിഫെല്ലിൻ്റെ ഒരു പുസ്തകമാണ് ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ്. അമേരിക്ക BC ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ മുഖം. ഈ പുസ്തകത്തിൻ്റെ വലിയ രസം എന്തെന്നാൽ ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ തന്നെ ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ് എന്ന ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ തന്നെ ഇതാണ് ആഫ്രിക്ക, ഇതാണ് അമേരിക്ക. ഇവിടുത്തെ കടൽ മാർഗങ്ങൾ കൃത്യമായി കടൽ പാതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് എന്നാൽ പൗരാണിക കാലത്തെ കുടിയാറി പേർത്തവർ. ഇൻ ദ ന്യൂ വേൾഡായി കണക്കാക്കപ്പെടുന്ന നാടാണല്ലോ ഏത്?
അമേരിക്കയിലേക്ക് പൗരാണിക കാലത്തെ കുടിയേറി പാർത്തവർ അവർ വന്ന വഴികളാണ് ഈ പുസ്തകത്തിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഷ്യൻ്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ് എന്ന പുസ്തകം ബാരിഫെല്ലിൻ്റെ പുസ്തകമാണിത്. വളരെ ലോകപ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണിത്. ആ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ തന്നെ കപ്പലുകളുടെ യാത്രാ വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് ആഫ്രിക്കയാണ്, ഇത് അമേരിക്കയാണ്. ഇവിടത്തേക്കുള്ള കപ്പൽ വഴിയാണ് ഈ കാണുന്നതൊക്കെ. പിന്നീട് ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കുക. ആയിരത്തി 1970-കളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പഠനം പുറത്തു വരുന്നത്. 1970-കളിൽ തൻ്റെ ഈ വിഷയത്തിൽ 3 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ബാരിഫെൽ. അദ്ദേഹം ധാരാളം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ബാരിഫെൽ. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, പ്രഗത്ഭനായ പ്രൊഫസറാണ്. അതായത് സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വലിയ പഠനം നടത്തിയ പണ്ഡിതനാണ് ബാരിഫെൽ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാരണം അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി അവിടെ പ്രൊഫസറാക്കുകയാണ് ചെയ്തത്. 1970-കളിൽ 72-കളിലാണ് അദ്ദേഹം ബാരിഫെൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാകുന്നത്. 1917 ജനിച്ചു. 1994 മരണപ്പെട്ട ലോകപ്രശസ്തനായ മറൈൻ ബയോളജിസ്റ്റാണ് അദ്ദേഹം. മാത്രമല്ല വലിയ പുരാവസ്തു ഗവേഷകനുമാണ് അദ്ദേഹം. ജനിക്കുന്നത് ഇംഗ്ലണ്ടിലെ സെക്സസിലുള്ള ലൂയിസ് എന്ന സ്ഥലത്താണ്. പിന്നീട് അമ്മയോടുകൂടെ ന്യൂസിലാൻഡിലേക്ക് കുടിയേറി പാർത്തു. 1941 എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. അദ്ദേഹം ലോകപ്രശസ്തനായ മറൈൻ ബയോളജിസ്റ്റാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ആർമിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. ന്യൂസിലാൻഡിലെ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ സുവോളജി വിഭാഗം പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹം കടൽ ജീവികളെ കുറിച്ചുള്ള പഠനത്തിൽ വലിയ പ്രാവീണ്യം നേടി. ഇതൊക്കെ കാരണമായിട്ടാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ 1964 അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ന്യൂസിലാൻഡിലെ റോയൽ സൊസൈറ്റിയിലെ ഹട്ടൺ മെഡൽ എന്നിവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ലോകത്തെ മറൈൻ ബയോളജിസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, പുരാവസ്തു ഗവേഷകരിൽ എടുത്തു പറയുന്ന ആൾ, പാണ്ഡിത്യത്തിന്റെ ഗരിമ കാരണം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രത്യേകമായി ക്ഷണിച്ച് പ്രൊഫസറാക്കിയ പണ്ഡിതൻ. ഇതെല്ലാം ആണ് ബാരിഫെൽ. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ, അതായത് മുഹമ്മദ് നബിയുടെയും മുമ്പ് തന്നെ അറബികൾക്കും ആഫ്രിക്കൻസിനും അമേരിക്കയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം 3ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഈ പഠനത്തിനൊരു സ്വഭാവമുണ്ട്, കേട്ടാൽ ഒരു സുഖവും തോന്നൂല. കേട്ടാൽ സുഖമുള്ള വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പോഞ്ഞു വരും. ഇന്നിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടാണ് മിക്കവാറും ആൾ വരുന്നത്. ചായ കുടിക്കാൻ കണക്കാക്കിയിട്ടാണ് എല്ലാവരും വരുന്നത്. കഴിഞ്ഞാലൊരു ചായയുണ്ട്, അത് കണക്കാക്കിയിട്ടാണ് എല്ലാവരും വന്നത്. എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് അന്തണ്ടായാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കണം എന്നൊരു അന്തെങ്കിലും വേണം. അപ്പം ചിന്തിക്കണം. ഞാൻ 2ാമത്തെ ഒരു മഹാപണ്ഡിതനെയാണ് ഈ പറയുന്ന കോമൺ സൊസൈറ്റി ഏറെ ആദരിക്കുന്ന ലോകപ്രശസ്തരായ പണ്ഡിതന്മാരെയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. 1917 ബ്രിട്ടനിൽ ജനിച്ചിട്ട് 1994 മരണപ്പെട്ട ലോകപ്രശസ്തനായ പണ്ഡിതനാണ് ബാരിഫെൽ. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ 3 ഗ്രന്ഥങ്ങൾ ഉണ്ട്. ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് അമേരിക്ക ബി സി ആൻഷ്യന്റ് സെറ്റിലേഴ്സ് ഇൻ ദ ന്യൂ വേൾഡ് എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് ഈജിപ്തുകാര്, അതേപോലെ തന്നെ ഫെനീഷ്യർ, അറബികളെല്ലാം അതായത് BC തന്നെ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. AD BC ആൻഷ്യന്റ് സെറ്റിലേഴ്സ്, അതായത് ചരിത്രാതീത കാലം മുതലേ, പൗരാണിക കാലം,
ആൻഷ്യന്റ് സെറ്റിലേഴ്സ്, അവരെ കുറിച്ച് ഖനനങ്ങളിൽ നിന്നൊക്കെ അവരെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ, ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ഈ ആൻഷ്യന്റ് സെറ്റിലേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, പുരാവസ്തു ഗവേഷണങ്ങൾ നടക്കുക. ചരിത്രത്തിൻ്റെ ഉള്ളിലുള്ളവരെ ചരിത്രത്തിന് പരിചയപ്പെടുത്താൻ കഴിയും. അതേസമയത്ത് ചരിത്രത്തിനും അപ്പുറത്തുള്ള കാലക്കാർ, ഇപ്പം ബേഡിയിലുള്ള ആളുകളെ ഏകദേശമൊക്കെ കിട്ടും. വേണമെങ്കിൽ BC ഒരു 4-ാം നൂറ്റാണ്ടിന് ഇപ്പുറത്തും കിട്ടും. അതിനും അപ്പുറത്തുള്ള ഇത് നമുക്ക് കൃത്യമായി കിട്ടൂല. അതാണ് ആൻഷ്യന്റ് ജനങ്ങൾ, പൗരാണിക കാലത്തെ ജനങ്ങൾ, ചരിത്രാതീത കാലത്തെ ജനങ്ങൾ. പിന്നെ അവരുടെ യാഥാർത്ഥ്യങ്ങളെയും ചരിത്രങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നത് പുരാവസ്തു ഗവേഷണങ്ങളാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ചരിത്രകാരന്മാർ. പിന്നെ അവർക്ക് ധാരാളം ഈ വിഷയത്തിൽ തെളിവുകൾ ലഭിക്കും. അറബികൾ, അതേപോലെ തന്നെ ഫൊനീഷ്യർ, ഈജിപ്തുകാർ, ഇവരെല്ലാം വളരെ വളരെ നേരത്തെ തന്നെ ഈ വൻകരയിലെത്തിയും ഈ വൻകരയുടെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്ത ആളുകളാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി.